വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖമായി വിഴിഞ്ഞം മാറിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിൻ്റെ വികസന കവാടമാണെന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. കമലേഷ് സക്കേക്കാട് കൂടി ചേരുകയാണ്. കമലേഷ്, കഴിഞ്ഞ LDF സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് യാഥാർത്ഥ്യമായ കേരളത്തിന്റെ അഭിമാന പദ്ധതി, ആ അഭിമാന പദ്ധതി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, തീർച്ചയായും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ ഈ ചരക്ക് ഗതാഗത മേഖലയിലെ ഒരു ഹബ്ബായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു നാഴികക്കല്ലിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഇന്ന് കരമാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് ഇന്ന് ആരംഭം കുറിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ 2 കണ്ടെയ്നറുകളാണ് വിവിധ ഇടങ്ങളിലേക്ക് പോകുന്നത്. ഒന്ന് ഇസ്താംബുളിലേക്കും അതുപോലെ തന്നെ മറ്റൊരു കണ്ടെയ്നർ കൂടിയുണ്ട്. ഇതെല്ലാം തദ്ദേശീയമായ, അതായത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ മറ്റ് കളിമണ്ണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ 2 കണ്ടെയ്നറുകളിലായി ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും നേരത്തെ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന നിലയിലാണ് ഇതുവരെ വിഴിഞ്ഞം പ്രവർത്തിച്ചിരുന്നത്. ഇനിയിപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും നേരിട്ട് നടത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു വികസനം സാധ്യമായിരിക്കുന്നു. അതിനുള്ള തുടക്കം ഇന്ന് കുറിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയം കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നു എന്നത്. സാധാരണഗതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന കരാർ അനുസരിച്ച് 2028 കൂടി തുറമുഖം പൂർണ്ണ തോതിൽ സജ്ജമാകും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. 2035 കൂടി തന്നെ ഇതിന്റെ ലാഭവിഹിതം ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ സർക്കാരിന്റെ അതിനു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന ചില കരാറുകളുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ അത് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വളരെ കൃത്യമായ ഒരു തിരുത്തൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷം കൂടിയായിട്ടുള്ള LDF ആണ്. അതിനുശേഷം LDF സർക്കാർ അധികാരത്തിലേറിയപ്പോഴാണ് സമൂലമായ മാറ്റം വരുത്തി സംസ്ഥാനത്തിന് അനുകൂലമായ ഒരു കരാർ ഉണ്ടാക്കുകയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അഭിമാനമാകുന്ന നിലയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ വിവിധ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ആ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ശരി, കമലേഷ് സക്കേക്കാടാണ് വിവരങ്ങൾ പങ്കുവച്ചത്.